ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഹോളി ആഘോഷത്തിൻ്റെ കാലമാണ്. ഹോളി ആഘോഷം കളറിൻ്റെ ആഘോഷമാണ്, നിറങ്ങളുടെ ഉത്സവമാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ശരീരത്തിലും വസ്ത്രത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും കളറുകളും നിറങ്ങളും വാരിപ്പൊത്തിയതുകൊണ്ട്, വാരി തേച്ചതുകൊണ്ട് എന്തുതരം മാനസിക സന്തോഷമാണ് ലഭിക്കുക, എന്തുതരം നേട്ടമാണ്, എന്തു ബെനിഫിറ്റാണ് ലഭിക്കുക എന്നതൊന്നും ചോദ്യമല്ല. ആ ചോദ്യത്തിന് പ്രസക്തിയുമില്ല, അതിനുത്തരം കിട്ടാൻ സാധ്യതയുമില്ല. എന്നാൽ ഹോളിയുടെ പശ്ചാത്തലത്തിൽ ചില പ്രത്യേക കാര്യങ്ങൾ പറഞ്ഞ് പോകേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അതിങ്ങനെയാണ്. ഉത്തരേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഹിന്ദുത്വ പരിവാറിന് ഹോളി ആഘോഷിക്കാൻ വേണ്ടി ടാർപോളിനുകൾ കൊണ്ട് മറച്ച മുസ്ലിം പള്ളികൾ കാണുകയുണ്ടായി. അവയെ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വ്യക്തമായും ബോധ്യമാകും. സമകാല ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷ ജീവിതത്തെ അടയാളപ്പെടുത്താവുന്ന ഇതേക്കാൾ മികച്ച മറ്റൊരു ദൃശ്യമില്ല. ഇന്ത്യൻ ഭരണഘടന മുസ്ലിം ജനവിഭാഗത്തിന് മറ്റേതൊരു പൗരസമൂഹത്തിനുമെന്ന പോലെ അനുവദിച്ച അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയുമാണ് ഹോളി ആഘോഷങ്ങളുടെ പേരിൽ, നിറങ്ങളുടെ ഉത്സവങ്ങളുടെ പേരിൽ, ഞങ്ങൾക്ക് സന്തോഷിക്കണമെന്ന പേരിൽ ടാർപോളിൻ ഉപയോഗിച്ച് മറ്റു ഒരു മതവിഭാഗം മൂടിക്കെട്ടിയത്. രണ്ടാം തരം പൗരന്മാരായാണ് ഹിന്ദുത്വ ഫാഷിസം മുസ്ലിങ്ങളെ കാണുന്നത്. അവകാശങ്ങളില്ലാത്ത, പ്രതിഷേധങ്ങളില്ലാത്ത, പരാതികളില്ലാത്ത പൗരന്മാരായി അടങ്ങിയൊതുങ്ങി ജീവിച്ചു കൊള്ളണം മുസ്ലിങ്ങൾ എന്നാണ് സംഘപരിവാറിൻ്റെ മൗനമായ ഉഗ്ര ശാസന. അത് നേരെ ചൊവ്വ പറയാനുള്ള രാഷ്ട്രീയ ആത്മവിശ്വാസത്തിലേക്ക് അവരിപ്പോഴും എത്തിച്ചേർന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന് ചില തടസ്സങ്ങളുണ്ട്. പ്രധാന തടസ്സം ഭരണഘടന തന്നെയാണ്. ഹിന്ദുത്വ പരിവാർ ആഗ്രഹിക്കുന്നത് പോലെ ഭരണഘടന അടപടലം പൊളിച്ചു പണിയുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ അതിനെ മറച്ചു പിടിക്കാൻ സാധിക്കും. അതിലെ മൂല്യങ്ങളെ കവർച്ച ചെയ്യാനുമാകും. പാർലമെൻറ്റിൽ ഭൂരിപക്ഷവും നീതിപീഠത്തിൻ്റെ അർത്ഥസമ്മതവും ഉണ്ടായാൽ മതി. അതുകൊണ്ട് മാത്രമാണ് CAAക്ക് പ്രാബല്യമുണ്ടായത്, മുത്തലാഖ് നിയമം നടപ്പിലാക്കാനായത്, ഇപ്പോൾ വഖഫ് ബില്ല് ചുട്ടെടുക്കാൻ ശ്രമിക്കുന്നത്. ഇത് മൂന്നും ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൊതുനീതിക്കും സമത്വത്തിനും എതിരാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും അവർക്കത് കൊണ്ടുവരാൻ കഴിയുന്നു, അതിനു പ്രാബല്യം കൈവരുന്നു. അതാണ് ഇന്ത്യയുടെ ഒട്ടും നടുക്കമില്ലാത്ത വർത്തമാനം. ഞങ്ങൾക്ക് ഹോളി ആഘോഷിക്കാൻ വേണ്ടി നിങ്ങൾ അവസരമൊരുക്കി തരൂ, നിങ്ങൾ പുറത്തിറങ്ങാതെ വീട്ടിലിരിക്കൂ എന്ന് മുസ്ലിങ്ങളോട് ആജ്ഞാപിക്കുന്ന അധികാരങ്ങൾ ഹിറ്റ്ലറിൽ നിന്ന് തന്നെയാണ് മാതൃക പിൻപറ്റുന്നത്. ടാർപോളിൻ ഷീറ്റിനാൽ മറച്ചുവെക്കപ്പെട്ട പള്ളികൾ ഒരു പ്രതീകമാണ്. തമസ്കരിക്കപ്പെട്ട ഭരണഘടനാ മൂല്യങ്ങളുടെ, സ്വാതന്ത്ര്യ നിഷേധങ്ങളുടെ പ്രതീകം. അത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ മാത്രം നിസ്സഹായതയല്ല പ്രതിഫലിപ്പിക്കുന്നത്. ലോകത്തെ ഏറ്റവും ജനാധിപത്യ രാജ്യമായ രാജ്യത്തിൻ്റെ ഈ ഇന്ത്യയുടെ നിസ്സഹായത കൂടിയാണ് പ്രകടിപ്പിക്കുന്നത്.